വെൽക്കം ബാക്ക് ടു ഓൺ റോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2009 ഫോർച്യൂണർ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് വന്നിട്ടുള്ളത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് വീൽസ് ആണെങ്കിലും. അതുപോലെ തന്നെ കംപ്ലീറ്റ് കിറ്റ് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ക്യാൻഡി റെഡിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മൾ ക്യാൻഡി റെഡ് നമ്മുടെ ഒരു ഹിറ്റ് കളറാണ്. നമ്മൾ ഓഡിയിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രാഡോ ചെയ്തിട്ടുണ്ട്, വീണ്ടും നമ്മുടെ കോണ്ടസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോർച്യൂണർ ഈ ഒരു വെഹിക്കിൾ കൂടി ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ വരുത്തുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ബോണറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. നമ്മുടെ ടൈപ്പ് 1 ടു ടൈപ്പ് 2 ഫോർച്യൂണർ കൺവേർഷൻസ് ഫെമിലിയർ ആണ്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോണറ്റ് ചേഞ്ച് ആവുന്നുണ്ട്, ഈ ഒരു എയർ സ്കൂപ്പ് മാറുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഹെഡ് ലാംപ്സ് മാറുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗ്രില്ല് മാറുന്നുണ്ട്, ബമ്പേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ ടെയിൽ ലാമ്പുകൾ മാറുന്നുണ്ട്, അതുപോലെ തന്നെ റിയർ ബമ്പർ മാറുന്നുണ്ട്, ആ ഒരു റിയർ ഡിക്കി ഗാർണിഷ് ഫോർച്യൂണറിൻ്റെ ബാഡ്ജിങ് മാറും. പിന്നീട് വരുമ്പം മേജർ ആയിട്ടുള്ളൊരു ചേഞ്ച് വരുന്നത് ഇതിൻ്റെ അലോയ് വീൽസ് ആണ്. അലോയ് വീൽസ് നമുക്ക് ഇത് ടൈപ്പ് 1 വന്നിട്ടുള്ള വീലാണ്, ടൈപ്പ് 2 വേറെയാണ് വന്നത്. ഒന്നെങ്കിൽ നമ്മൾ ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യും, ടൈപ്പ് 3 അവൈലബിൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈപ്പ് 3 നമ്മൾ ചെയ്യും. അപ്പോൾ അത്രയും വർക്കാണ് ഈ ഒരു വെഹിക്കിൾ വരാൻ പോകുന്നത്. മാത്രമല്ല ഈ ഒരു സൈഡ് ബോഡി പ്രൊഫൈലിൽ കസ്റ്റമർ നമ്മളോട് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, ഈ ഒരു എ പില്ലറും ഈ ഒരു ഭാഗം വരുന്ന ആ ഒരു സി പില്ലറിൻ്റെ സൈഡും കൂടി ബ്ലാക്ക് കൊടുക്കാൻ വേണ്ടി റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണോ പെർഫെക്റ്റ് നോക്കിയിട്ട് നമ്മൾ അതുകൂടി ചെയ്യുന്നതാണ്. സോ ഫൈനലി ഇതാണ് നമ്മുടെ ഫോർച്യൂണറിൻ്റെ ഫൈനൽ ലുക്ക്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്യാൻഡി റെഡിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ക്യാൻഡി റെഡ് ഫോർച്യൂണറിൽ വളരെ റെയർ ആയിരിക്കും. ഒരുപക്ഷെ എൻ്റെ അറിവിൽ ക്യാൻഡി റെഡിൽ ഫോർച്യൂണർ അധികം കണ്ടിട്ടില്ല. അപ്പോൾ മാത്രമല്ല ഈ ഒരു വെഹിക്കിളിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഗ്രില്ല്, ക്രോമിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബിഫോർ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ഗ്രില്ലിൻ്റെയും അതുപോലെ തന്നെ ഹെഡ് ലാംപ്സിൻ്റെയും അതുപോലെ തന്നെ ബമ്പറിലെ ആ ഒരു ഇംപെർഫെക്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് 1 ഫോർച്യൂണറിന് അലോയ് വീൽസ് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അലോയ് വീൽസ് ആണ് വരാറുള്ളത്. ഇത് ബ്രാൻഡ് ന്യൂ നമ്മുടെ ടയോട്ട ടൈപ്പ് 3 ഫോർച്യൂണറിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു അലോയ് വീൽസ് ആണ് ഈ ഒരു വെഹിക്കിളിന് ആഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നുള്ളത് ക്യാൻഡി റെഡ് ആണ്. മാത്രമല്ല ഈ ഒരു വെഹിക്കിൾ നമ്മൾ സ്റ്റോക്കിലാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ടൈപ്പ് 2ലേക്കോ അല്ലെങ്കിൽ ടൈപ്പ് 3 ലെജൻഡറിലേക്കൊന്നും നമ്മൾ ചേഞ്ച് ആക്കിയിട്ടില്ല. സ്റ്റോക്കിലാണ് ഈ ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഇന്നോവ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലാൻഡ് ക്രൂസർ സ്റ്റോക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും സ്റ്റോക്കിനെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എങ്ങനെയാണ് ഒരു വെഹിക്കിൾ വരുന്നത് അതുപോലെ തന്നെ ആ ഒരു വെഹിക്കിൾ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ ഇപ്പോഴും കുറേ ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു വണ്ടിയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ കസ്റ്റമർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കസ്റ്റമറിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് അറിയാം. ഇത് 2009 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ടൈപ്പ് 1 മോഡലാണ്. അപ്പോൾ ഇത് ബേസ് മോഡലിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുസരിച്ച് ഇതിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി ഒരു ശ്രദ്ധ ആകർഷിക്കണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഈ വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഞാനൊരു റെഡ് നമ്മൾ ഈ വണ്ടിക്ക് വേണ്ടി ചൂസ് ചെയ്തതാണ്. പക്ഷേ ഷാഹിദ് പറഞ്ഞിട്ടാണ് നമ്മൾ ക്യാൻഡി റെഡ് ഈ വണ്ടിക്ക് എത്രത്തോളം പെർഫെക്ഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ പോലും എൻ്റെ മനസ്സിനകത്ത് പലവിധ സംശയങ്ങളായിരുന്നു. പക്ഷേ ക്യാൻഡി റെഡ് അടിച്ചപ്പോഴത്തേക്ക് ഒരു രക്ഷയുമില്ലാത്ത രീതിയിൽ ഒരുപാട് സംതൃപ്തിയുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇത് എങ്ങനെയെങ്കിലും ഇപ്പം എത്രയും പെട്ടെന്ന് ഇതിൽ കയറി വീട്ടിൽ പോകുന്ന ഒരു ആഗ്രഹമുള്ളതാണ്. വളരെ സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ് കേട്ടോ. നിങ്ങളുടെ വർക്കിലും നമുക്ക് കാണാൻ പറ്റിയ സന്തോഷമാണ്. വളരെ സന്തോഷമാണ് കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പിയാണ് അല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ കേട്ടോ, സന്തോഷം. സോ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വെഹിക്കിളിനെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വെഹിക്കിളുമായിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.